ഒന്ന് ചൂടായി അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ചിലത് പൊട്ടി അതിനകം മുഴുവനും അങ്ങ് ആകും. പക്ഷെ അങ്ങനെ ആകാതിരിക്കാനായിട്ടുണ്ടല്ലോ എടുത്തെടുക്കുക. നമുക്ക് അന്നേരത്തേക്ക് തന്നെ അത് പൊളിഞ്ഞു. ഇതാണ്ട് ഒറ്റ കൈ കൊണ്ട് നമുക്ക് പൊളിച്ചെടുക്കാം. പൊടിഞ്ഞാത്ത ബഹളം ഉണ്ടായേനെ. കൈക്ക് എല്ലില്ലേ, നിന്റെ കണ്ണ് കാണാൻ മേലെ എന്താണെല്ലാം ചോദിച്ചേനെ. ഇത് കണ്ടോ കഴിയെടുക്കുമ്പോ കണ്ടോ അപ്പനെ എന്തടിയാ നാളെ കാണാവേ. പിടിച്ചിരിക്കേ കാത്തുള്ളണം. ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം മഴ പെയ്തതിൽ ഇന്നലെയാണ് ഒരു തണുപ്പ് തോന്നിയത്. ബാക്കി എല്ലാ ദിവസവും ഉണ്ടല്ലോ മഴ അങ്ങോട്ട് പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചൂട് കൊണ്ട് പരിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ. എല്ലാവർക്കും മഴയൊക്കെ കിട്ടുന്നുണ്ടോ? ചിലയിടത്തൊക്കെ ഭയങ്കര ചൂടാന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. ഇവിടുത്തെ മഴയുടെ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് ചിലർക്കൊക്കെ മഴയൊക്കെ കിട്ടുന്നില്ല, ചിലയിടത്തൊക്കെ നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മുട്ട പുഴുങ്ങാനായിട്ട് ഇടുവാണേ. നമ്മൾ പലപ്പോഴും മുട്ട പുഴുങ്ങാനായിട്ട് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇച്ചിരി പെട്ടെന്ന് നമുക്ക് മുട്ട വെന്ത് കിട്ടണമെന്നൊക്കെ ഉള്ള സമയത്ത് നമ്മൾ തീ കൂട്ടി വെക്കാറുണ്ട്. അപ്പോൾ എനിക്കും പറ്റാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ബ്ലോക്ക് മുട്ടയൊക്കെയാണ് കൂടുതലും അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് തീ കൂട്ടി ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചൂടായി അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ചിലത് പൊട്ടി അതിനകം മുഴുവനും അങ്ങ് ആകും. പക്ഷെ അങ്ങനെ ആകാതിരിക്കാനായിട്ടുണ്ടല്ലോ നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് ഇടുമ്പം തന്നെ ഒരു സ്പൂൺ വിനാഗിരി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എത്ര തീ കൂട്ടി വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുട്ട ശകലം പോലും പൊട്ടത്തില്ല. മുട്ടക്കറിക്കുള്ള ഗ്രേവിയൊക്കെ റെഡിയായി കേട്ടോ. ഇനി ഇതിലേക്ക് മുട്ടയും കൂടെ ചേർത്താൽ മതി. അപ്പം നമ്മുടെ മുട്ട വെന്ത് ഒരു ശകലം പോലും പൊട്ടിയിട്ടില്ല കേട്ടോ. അത് ഇനി പൊളിച്ചെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇനി ഈ മുട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്നവരൊക്കെ എനിക്ക് ഒരുപാട് തവണ പറ്റുമായിരുന്നു കേട്ടോ. നേരത്തേക്ക് എപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പിന്നെ ഈ വിനാഗിരിയൊക്കെ ചേർത്ത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അത് നമ്മൾ തീ കുറച്ചിടാമെങ്കിൽ കുഴപ്പമില്ല. തീ ഇച്ചിരി കൂടുതൽ കൂട്ടിയിട്ടൊന്ന് സ്പീഡിൽ എണ്ണയിലൊന്ന് അത്യാവശ്യത്തിനൊന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അന്നേരം അതങ്ങ് പൊട്ടിപ്പോവായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. രാവിലെ അപ്പവും മുട്ടക്കറിയാണ്. കണ്ണൻ രാവിലെ പോയപ്പോഴത്തേക്ക് ദോശ കഴിച്ചേച്ച് പോയായിരുന്നേ. ശകലം ദോശയുടെ മാവ് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ദോശ കഴിച്ചേച്ച് ഇനി വന്നിട്ട് കഴിക്കുള്ളൂ. മുട്ട പൊളിക്കുന്നത് ചിലർ എന്നാന്ന് വെച്ചാൽ മുട്ട ഇങ്ങനെ എടുത്തേച്ചുണ്ടല്ലോ, ഇങ്ങനെ എടുത്തേച്ച് ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊളിക്കും. പക്ഷെ അങ്ങനെ പൊളിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും പൊളിഞ്ഞ് കിട്ടത്തില്ല. അതിനെന്താ ഒന്നെങ്കിൽ ഇങ്ങനെ ഗ്ലാസ്സിൽ ഇട്ട് ഇങ്ങനെ ഒന്ന് കുറേ പ്രാവശ്യം ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ശകലം പോലും അടന്നു പോകാതെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. ഞാനല്ലേ പിന്നെ ഗ്ലാസും ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തൊരു ഇതാണെങ്കിൽ മടിയാണെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ ഇങ്ങനെയിട്ട് ഇതുപോലത്തെ ഇങ്ങനെ മൊത്തം ഒന്ന് എടുത്തെടുക്കുക. മൊത്തം അന്നേരത്തേക്ക് തന്നെ അത് പൊളിഞ്ഞു. ഇതാണ്ട് ഒറ്റ കൈ കൊണ്ട് നമുക്ക് പൊളിച്ചെടുക്കാം. ചിലർ സ്പൂണ് കൊണ്ട് ഇങ്ങനെ പൊളിക്കുവേ. സ്പൂൺ ഇതിനകത്തൊരു ശകലം ഒന്ന് പൊളിച്ച് വെച്ച്, പക്ഷെ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ ആ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആ സ്പൂണ് ഇതിനകത്തേക്ക് കയറിപ്പോകുമ്പോഴത്തേക്ക് അത്രയും പൊളിഞ്ഞ് വരും. ഏറ്റവും എളുപ്പം ഇങ്ങനെ ഗ്ലാസ്സിലിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ
എല്ലാം ഇട്ട് പൊട്ടിച്ച് ഇങ്ങനെ കുറേ ഇങ്ങനെ കുത്തി 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 പൊട്ടിച്ചെടുത്തേച്ച് എടുക്കുന്നതായിട്ടാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണേ. അപ്പോൾ മുട്ടക്കറി. ഇന്ന് ഇച്ചിരി മുരിങ്ങയില തോരൻ വെക്കാനായിട്ടാണേ. മുരിങ്ങയില ഇഷ്ടം പോലെ നിപ്പുണ്ട്. നമ്മുടെ അല്ല, തൊട്ടപ്പുറത്തെ വീട്ടിൽ കേട്ടോ. നമ്മുടെ ഇവിടെ നിപ്പുണ്ട്, പക്ഷെ ആ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചിയൊക്കെ ഇതൊരു ലൈൻ പോയിട്ടുണ്ട്. കാണാമോ? വെള്ളത്തിൽ കളിക്കാം. കണ്ടോ, ലൈൻ പോയിട്ടുണ്ട്. മുരിങ്ങ ചെരിഞ്ഞ് ചെരിഞ്ഞിട്ട് പുറത്തോട്ട് വീണല്ലേ. സാലി ചേച്ചി, പിന്നെ ഈ മുരിങ്ങയുടെ കമ്പ് ഒടിക്കട്ടെ? മുരിങ്ങയില എന്നോട് കുറേ ദിവസം കൊണ്ട് ഒടിച്ചെടുത്തോളാൻ പറഞ്ഞു കേട്ടോ. എന്നാലും നമ്മൾ ഒടിച്ചെടുക്കുമ്പോൾ ഒന്ന് ചോദിക്കണമെന്നുള്ളൊരു മര്യാദ ഉണ്ടല്ലോ. അപ്പം ഞാൻ മുരിങ്ങയിലല്ല ഒന്ന് ഒടിച്ചെടുക്കട്ടെ. എങ്ങനെ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, ശരിക്കും അങ്ങോട്ട് വളഞ്ഞ് നിൽക്കുക. പൈപ്പിലോട്ട് ഒരു കമ്പ് വെച്ചാൽ ചെയ്ത കമ്പ് അവിടെ ആയി. ഇനി വേറെ പൈപ്പ് വെച്ച് കേട്ടെ. അവിടെ നോക്കട്ടെ, കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. പൊടിഞ്ഞ് കിട്ടിയേ. ഇനി ഇതേന്ന് ഞാൻ ആവശ്യത്തിനുള്ള എടുക്കട്ടെ. ഒരുപാട് എടുക്കുന്നില്ല, നമുക്ക് തോരൻ വെക്കാനുള്ള മാത്രമേ ഉള്ളൂ. ഇത് BP ഏറ്റവും നല്ല മരുന്നാണ് കേട്ടോ, ഈ മുരിങ്ങയില. BP ഉള്ളവർക്ക് നല്ലതാണ്, പെട്ടെന്ന് BP നോർമലാകും. മുരിങ്ങയിലെല്ലാം ഞാൻ എടുത്ത് കേട്ടോ, തണ്ടെല്ലാം കളഞ്ഞെടുത്ത്. കുറച്ചൊക്കെ തണ്ടുണ്ട് കേട്ടോ, അതുണ്ട്, ചെറിയ ചെറിയ തണ്ടൊക്കെ ഉണ്ട്. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് ഈ മുരിങ്ങയില തോരൻ വെക്കാനായിട്ട് അരിയത്തില്ല കേട്ടോ, അരിഞ്ഞാൽ കഴിക്കൂന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അമ്മ മുരിങ്ങയില അരിഞ്ഞിങ്ങനെ അരിഞ്ഞേച്ച് വെക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കയ്പും തോന്നിയിട്ടില്ല. ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് ഓരോ തണ്ടയിൽ നിന്ന് ഓരോ ഇല വീതം ഊരി എടുക്കണം, എന്നിട്ടാണ് വെക്കുന്നത്. പിച്ചാത്തി തൊട്ടാൽ കഴിക്കൂന്ന് പറയും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇത് അരിഞ്ഞ് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാനും അരിഞ്ഞ കേട്ടോ വെക്കുന്നത്. കയ്പൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ മുരിങ്ങയില ചിലർ പറയും കഴിച്ചാൽ വയറിന് പിടിക്കത്തില്ല എന്ന് പറയും. അതായത് ചിലർക്ക് വയറ്റ് അസ്വസ്ഥതയും പിന്നെ എന്നാ ലൂസ് മോഷനും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. അതെന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ, തണ്ട് നമ്മൾ തോരൻ വെക്കുമ്പോൾ അതിനകത്ത് വരുന്നതുകൊണ്ടാണ്. അങ്ങനെ ഇല തന്നെ എടുത്ത് തോരൻ വെച്ചാൽ നമുക്ക് അങ്ങനെ പ്രശ്നം വരത്തില്ല. പിന്നെ വയറ്റിലൊക്കെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് തോരൻ വെച്ച് കഴിച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ബാത്റൂമിൽ പോകുന്നതിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മുരിങ്ങയില തോരൻ വെച്ചാൽ നല്ല ഇതാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മുരിങ്ങയില തോരൻ വെച്ച് കഴിക്കുവാണെങ്കിൽ ചിലർക്ക് ഫസ്റ്റ് ഡെലിവറിക്കൊക്കെ കുഞ്ഞിന് കൊടുക്കാൻ മുലപ്പാൽ കാണത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മുരിങ്ങയിലൊക്കെ തോരൻ വെച്ച് കൊടുക്കാമെങ്കിൽ
മുലപ്പാലൊക്കെ നല്ലപോലെ ഉണ്ടാകും പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ബി പിക്ക് അത് ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാം കേട്ടോ. എനിക്ക് പൊതുവെ ബി പി ഇല്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് ഈ എന്നാ മുരിങ്ങയില ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുപോലെ ഒരു ദിവസം മുരിങ്ങയില ശരിക്കും തോരൻ വെച്ച കൂടുതൽ മുരിങ്ങയില ഞാൻ തിന്നുന്നത്. ചോറ് കുറച്ചേ കഴിക്കത്തുള്ളൂ. അങ്ങനെ കഴിച്ച് അന്ന് എനിക്ക് തന്നെ ഭയങ്കര ക്ഷീണവും വയ്യാഴികയും തലകറക്കവും എനിക്കറിയത്തില്ല, എനിക്കങ്ങ് കണ്ണിന് കാഴ്ചക്കുറവ് എല്ലാം കൂടെ അങ്ങോട്ട് വന്നു. അന്നേരം ബി പി നോക്കിയപ്പോണ്ടല്ലോ ബി പി ശരിക്കും ലോ ആയിപ്പോയായിരുന്നു. അങ്ങനെയുണ്ട്. ഇച്ചിരി ഒന്നും കഴിച്ചാൽ സംഭവിക്കത്തില്ല കേട്ടോ. ശരിക്കും ഞാൻ ഒത്തിരി കഴിച്ചു കേട്ടോ. ചോറിനേക്കാൾ കൂടുതൽ മുരിങ്ങയില കഴിച്ചു. ഇപ്പം ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ, കുറച്ചെടുക്കുന്നുള്ളൂ. ഇവിടെ ചേട്ടന് ശകലം ബി പിയുടെ പ്രശ്നമുണ്ട്. അന്നേരം ഓർത്തു അത് ഈ ടെൻഷൻ ഒരു മിനിറ്റ് മനുഷ്യന് സമാധാനത്തോടുകൂടി ഇരിക്കുന്ന പരിപാടി ഇല്ലല്ലോ. ഭയങ്കര ടെൻഷൻ അടിക്കാറില്ല. ചെറിയ കാര്യമെല്ലാം പാത്രം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. അപ്പം ഞാൻ ഇച്ചിരി മുരിങ്ങയില തോരൻ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ കാര്യം മതിഭാസന ഈ പിള്ളേർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായി മതിഭാസന ഉടനെ ടെൻഷനാണ്. പിള്ളേരുടെ വഴക്ക് ഒക്കെ കണ്ട ഉടനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. പിന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും. ഞാൻ ഇച്ചിരി മുരിങ്ങയിലൊക്കെ തോരൻ വെച്ച് കൊടുക്കാമെങ്കിൽ ബി പി ഒക്കെ ഒന്ന് ഇതല്ല. കഴിഞ്ഞ ദിവസം അന്ന് മുരിങ്ങയില പറിച്ച് തോരൻ വെക്കണം നിർത്തി. ഈ ഇടയ്ക്ക് മുരിങ്ങ പൂത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മുരിങ്ങയില ഇല മൊത്തം ഒന്ന് പോയായിരുന്നേ. അതിൽ ഇലയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ 2-3 മഴയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അത് ഇലയെല്ലാം പൊട്ടിക്കിളുത്ത് തളർത്ത് നല്ല ഇതായിട്ട് വന്നു. അപ്പം ഞാൻ ഇച്ചിരി തോരൻ വെക്കാം. രാവിലെയൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെയും തുടങ്ങി ഭയങ്കര ചൂട്. മുരിങ്ങയില തോരൻ വെക്കാനായിട്ട് കടുക് വറുത്തയച്ച് ഞാനത് കടുകും ചുമന്നുള്ളി ഉണക്കമുളകും കൂടെ ചേർത്ത് നമ്മുടെ ജയചേച്ചി പറയുന്നത് നമ്മൾ ഉച്ചക്കത്തെ ഊണ് അതെല്ലാം എല്ലാം ഇച്ചിരി ഇലക്കറികൾ ദിവസവും ചേർത്താൽ നല്ലതാണ്. അപ്പം ആർക്കും ഇലക്കറികളൊന്നും വേണ്ട. എൻ്റെ ചീരയൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. മാങ്ങായും ഉണ്ട്. ഈ പ്രാവശ്യമെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇച്ചിരി ചീരവിയൽ വെക്കണമെന്നുള്ളത്. അന്നേരം ചീരവിയൽ വെക്കണമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഇതുണ്ട് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഞാൻ. എന്നിട്ട് അതിലേക്കാണ് നമ്മുടെ തേങ്ങയും പിന്നെ ഇതുണ്ടോ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതക്കുവാണ്. ജാറ് കഴുകി ഒരു ശകലം വെള്ളം ഞാൻ എടുക്കുവേ. ഞാൻ ഓർക്ക് പൊട്ടിപ്പോയെന്ന്. കൈ വെള്ളം ഉണ്ടായിരുന്നു, കൈ തെന്നിച്ചു. അരപ്പിനകത്തോട്ടാണ് ഞാൻ ഉപ്പിടുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇടുള്ളൂ. ഇതിപ്പോൾ ഇത്ര ഇടയിലും ഒന്ന് ആവി വരുമ്പോഴത്തേക്ക് മൊത്തം ഒരു ഇച്ചിരിയാക്കും.
എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ, ഇട്ടതേ ഉള്ളൂ, ചെറുതായിട്ട് ചൂടടിച്ചതേ, എല്ലാം അവിഞ്ഞു, ഇച്ചിരി വൈകുക. എന്നാൽ ആരായിരുന്നു എന്നോട് കുടുംബം എന്തോന്ന് പറഞ്ഞ് ഇങ്ങനെ ചീഞ്ചട്ടിയിലിട്ട് നിൽക്കുമ്പോൾ പല്ല് ഒരുമാതിരി ഇതുപോലെ ആകുന്നു. ഇവിടെ അച്ഛനും അത് പാത്രത്തെ ഇങ്ങനെ തട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് പല്ല് ഇന്ന് മൊത്തം ഒരുമാതിരി ചുങ്ങാൻ ഇപ്പൊ താഴെ ഇട്ടിരുന്നെങ്കിൽ ഇവിടെ ഇല്ലാത്ത ബഹളം ഉണ്ടായേനെ. കൈക്ക് എല്ലില്ലേ, നിന്റെ കണ്ണ് കാണാൻ മേലെ എന്നതെല്ലാം ചോദിച്ചേനെ. എന്നോടല്ല, ഞാൻ അവളോട് ചോദിച്ചായിരുന്നു. അവളെപ്പോഴും പറയാം, അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും താഴെ പോയാൽ അറിയാതെ, എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയാലും കണ്ണ് കാണത്തില്ലേന്ന് ചോദിച്ചു. നനഞ്ഞു കുളിക്കോ ഇനി അടുക്കളല്ല ചൂട് കൂടുതൽ. ഇനി ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് കുറച്ച് 2 എണ്ണ ഉള്ളായിരുന്നു, ചെറുതായിരുന്നു, അതങ്ങ് മെഴുക്കോട്ട് വെക്കാൻ വേണ്ടി. ഇതിപ്പോൾ ബീട്രൂട്ട് മാത്രമേ ഞാൻ ഇടുന്നുള്ളേ. ഇത് ഇച്ചിരി ഒന്ന് വാടിയതിന് ശേഷം ഇത് സവോളയും പച്ചമുളകും കൂടി ചേർക്കണം. ആരോ ഹോണടിക്കുന്നു. എനിക്കത് ദീപാവലിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. വന്നാണോന്ന് ചോദിച്ചാ ഇങ്ങോട്ട് അവിടെ തന്നെയുള്ളോ? പിള്ളേരുണ്ടോ കൂടെ? പോയി നോക്കിയിട്ട് വരട്ടെ. എനിക്ക് സൗണ്ട് കുറച്ചിട്ടെ. നമ്മുടെ ദീപാവലി ചേർന്ന് വന്നതേ, ചക്കയോട് നിർത്തിയിട്ട് പോയി. ഞാൻ ബീട്രൂട്ട് ഒന്ന് വാടി അതിലേക്ക് ഇനി സവോള ചേർക്കുക. ഡോർ അടച്ചിട്ട് പോകും. നമ്മുടെ പച്ചമുളക് ഇഷ്ടം പോലെ പച്ചമുളക് നിൽപ്പുണ്ടെന്നേ പറിക്കാനായിട്ട്, ഇനി അതെല്ലാം ഒന്ന് പറിക്കണം. മത്തി കൊണ്ടുവന്നിട്ടുണ്ട്, വെട്ടിയാണ് കൊണ്ടുവന്നിരുന്നേ. അത് ഇനി ഒന്ന് കഴുകി എടുത്താൽ മതി. അപ്പം ഞാൻ ഇത്രയും നേരം മത്തി കൊണ്ടുവരുന്നുണ്ടല്ലോ, ഓരോന്ന് വീതം എടുത്ത് അതിൻ്റെ ചെതമ്പിൽ, ഒരു ശരിക്കും ചെതമ്പിൽ കളയത്തില്ലല്ലോ, അങ്ങനെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു ദിവസം ജയചേച്ചിയുടെ വീഡിയോ കണ്ടേ. ജയചേച്ചിയുടെ വീഡിയോ ആണ്. അപ്പം ജയചേച്ചി പക്ഷെ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന മീനൊന്നും അല്ല, അല്ലാതെ മീൻ മുഴുവനായിട്ടാണ് അങ്ങനെ ചെയ്യുന്ന കണ്ടത്. ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാവേ എന്താണെന്നുള്ളത്. ഞാൻ പറയുന്നുണ്ടോ മത്തി ഇത് വെട്ടിക്കൊണ്ട് വരുമ്പോഴും ഉണ്ടല്ലോ, ഇതുണ്ട് നല്ലപോലെ ചെതമ്പൽ കാണും ഇതിൻ്റെ. അന്നേരം ഇങ്ങനെ ഓരോന്നും ഒത്തിരി നേരം എനിക്ക് സമയം എടുക്കും. വീണ്ടും നമ്മൾ മീൻ വെട്ടുന്ന പോലെ തന്നെ സമയം പോവേ. അപ്പം അതിന് എന്നാലും ജയചേച്ചി ചെയ്യുന്ന കണ്ടത് ഇങ്ങനെ വെട്ടാത്ത മീനിൻ്റെ ചെതമ്പിൽ പെട്ടെന്ന് കളയുന്നതാണ്. ഇത് ഇങ്ങനെ ഇട്ട് നല്ലപോലെ ഉപ്പിട്ട് പരട്ടാങ്ങി ഉണ്ടല്ലോ, ഇതിനകത്ത് ചെതമ്പലെല്ലാം പോയി നല്ല ഇതായിട്ട് കിട്ടും. അച്ചു എവിടാടി?
ഞാൻ അവളെ വിളിച്ചു കേട്ടോ, ഇങ്ങനെ കിടക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. ഇങ്ങനെയിട്ട് നല്ലപോലെ നമ്മൾ ഉപ്പ് കല്ലിട്ട്, ഞാനല്ലെങ്കിലും മീൻ വെട്ടി കഴിഞ്ഞാൽ ഉപ്പ് കല്ലിട്ടാണ് കഴുകി എടുക്കുന്നത്. ചേച്ചി ഇങ്ങനെ ഉപ്പ് കല്ലിട്ട് ഉരയ്ക്കുന്ന നേരത്തേക്ക് ചെതമ്പിൽ മുഴുവൻ പോകുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വെട്ടിയ മീനാണ്, ഇതിനെ കുറച്ചേ ഉള്ളൂ ചെതമ്പിൽ. ചിലപ്പോൾ ഈ കടയിൽ വെട്ടിത്തരുമ്പോണ്ടല്ലോ നല്ലപോലെ ചെതമ്പിലാണ്, അവരെല്ലാം ചെതമ്പിലും കളയിൽ വെച്ച് മോടിക്കൊരു വെട്ടൽ. ഇതിൻ്റെ വേസ്റ്റ് കളഞ്ഞു തരും, അതുകൊണ്ട് നമുക്കൊരു ഗുണമുള്ളൂ. വേസ്റ്റ് നമുക്ക് അതിലൂടെ പറമ്പിലും ഇടേണ്ടി വരത്തില്ല. ഞാൻ പിന്നെ ഇതിൻ്റെ വേസ്റ്റൊക്കെ കൂടുതലും ചെടിയുടെയും ചെടിയല്ല പച്ചക്കറിയുടെ ഇട്ടോട്ടോ ഒഴിക്കുന്ന കേട്ടോ. കഴുകിയെടുക്കട്ടെ. ഇത് കണ്ടോ, കഴുകിയെടുക്കുമ്പോൾ കണ്ടോ നല്ല ചെതമ്പിൽ മൊത്തം പോയി നല്ല ഫ്രഷായിട്ട് കിട്ടി. ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. ഞാനിതിനിടയ്ക്ക് ബീട്രൂട്ടും മെഴുക്കുവരട്ടി റെഡിയായി കേട്ടോ. പിന്നെ നമ്മുടെ പച്ചമുളകൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു മാങ്ങാച്ചമ്മന്തി അരച്ചു ഉച്ചക്കത്തേക്ക്. പിന്നെ നമ്മുടെ മത്തി വറുത്തതും കൂടാണ് നമ്മുടെ ഉച്ചക്കത്തെ കറി. ചെറുതും വലുതും എല്ലാം ഉണ്ട് കേട്ടോ മത്തി. ഇത് മതി എനിക്കില്ല. 3, 4, 6, 9 മതിയല്ലോ. പോരെ വറക്കുന്നത്. രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കിയതിൻ്റെ മാവ് മിച്ചം ഉണ്ടായിരുന്നേ. അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് വട്ടയപ്പം ഉണ്ടാക്കുന്നത് കണ്ണമ്മൂന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് വട്ടയപ്പം. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ നേരത്തെ അതിൽ വെള്ളം വെച്ചു. ഞങ്ങളുടെ ചക്കിക്കൊച്ചുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങളുടെ അടുക്കള. മീൻ അതൊക്കെ നല്ലതായിട്ട് മുഖത്ത് തെറിക്കരുത്. ചക്കിയുണ്ട്. പിന്നെ ഞങ്ങളുടെ നന്ദം കൊണ്ട് ഇച്ചിരി കഴിയുമ്പോൾ എത്തും. നന്ദേട്ട് സ്പൈഡർമാൻ മാവാ മേത്ത് വീഴല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒരു വട്ടയപ്പം ചക്കി? വെളുത്ത് ഇങ്ങനെ റൗണ്ട് കേക്ക് പോലെ ഇരിക്കുന്ന സാധനം ആണോ? അതെന്താ ഇട്ടോണ്ടിരിക്കുന്നത്? ആ എണ്ണ കുഞ്ഞിട്ട് പാത്രത്തിൽ നല്ലപോലെ ഇച്ചിരി എണ്ണ തേച്ച് വെള്ളം തിളച്ച്, ഇതെനിക്ക് പറയാത്ത ഞാൻ പറയുന്നത്, വെള്ളം തിളച്ചൊന്ന് അതിൻ്റെ തട്ട് വെച്ച് എണ്ണ തേച്ച പാത്രവും വെച്ച് കരടിയിട്ട് എണ്ണ തേച്ച പാത്രവും വെച്ച് അതിലേക്ക് മാവ് പിടിക്കും. എന്റെ കൊച്ചി എനിക്കറിയില്ല, ഞാനല്ല അതിന്റെ ആള്. ചോറ് വെള്ളം അയ്യോ വെള്ളം മാറ്റി മാറ്റി വെച്ചാൽ നിനക്കേ ഉള്ളി തട്ടിക്കാം. അല്ല കണ്ണിന് ഫോണില്ല, കണ്ണിന് ഫോണില്ല. നീ ഫോണിൽ ഉപയോഗിക്കുന്നില്ല? ഇല്ല. ടി വി എടുത്തു, തലവെച്ചോണ്ട് എടുത്തു. ഞങ്ങൾ ടി വി എടുത്തിരുന്നില്ല. നമുക്ക് മനസ്സിലാക്കില്ല, ഒന്നും മനസ്സിലാക്കാൻ നിൽക്കുന്നത്. കാണാൻ ടി വി ഇല്ല. ചക്കി ഉച്ചക്ക് ടി വി കാണണമെന്ന് പറഞ്ഞു. ചക്കിക്കോ? അതില്ല. എന്നിട്ട് അതിലൊക്കെ കാണണ്ടെന്ന് പറഞ്ഞു. അതിന് നീയൊക്കെ ഇതൊന്നും തിന്നണ്ട. നീയൊക്കെ കുറെ ബേക്കറി മുട്ടായി മാത്രം തിന്നാ മതി കേട്ടോ. അതായത് വീട്ടിലുണ്ടാക്കുന്നൊന്നും തിന്നരുത്.
ചക്കി നീ ചോറിട്ടോടി, നമുക്ക് എല്ലാവരും കൂടെ ചോറിട്ടാം. തുടങ്ങി ഇനി അടുത്ത തുടങ്ങി തന്ത്രത്തിന്റെ ശരിക്കും കിട്ടുമ്പോ പഠിച്ചോ. കണ്ണയിലൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ കൂടെ ഇട്ട് ഡോറ് നിർത്തി ചക്കി ചക്കി. എടി നീ ഉണ്ടാക്കി കഴിഞ്ഞാണോ? ഇനി ഇതെങ്ങനെ ഇവിടെ വെച്ചേക്കുന്നത്? ഇപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങുവാണേ. നല്ല അടിപൊളി മാങ്ങ ചമ്മന്തി, പിന്നെ മീൻ വറുത്തതും തോരനും മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ട്. അയ്യോ കൊച്ചിനെ തല്ലല്ലെന്ന് പറ. അയ്യോ അമ്മയ്ക്കിട്ട് അടിക്കും അന്നേരം. മുഖം മാറ്റിക്കണേ, എടി എപ്പോഴാ വരുന്നതെന്ന് അറിയാം. മുഖം മാറ്റിക്കണേ. അപ്പനെ എന്നടിയാ എന്റെ അപ്പനാണല്ലോ നീ. ഞാൻ സ്പൈഡർമാനാത്. അയ്യോ ചുമ്മാ അറിഞ്ഞവനെ. അയ്യേ സ്പൈഡർമാൻ കരയത്തില്ല. നന്ദോ ഭാര്യ വീട്ടിൽ വന്ന് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്ന് ചോദിച്ചേ. നന്ദോ നന്ദ സ്പൈഡർമാനാന്ന് പറ. നാണക്കേട് ചുമ്മാ ഇരുന്ന കൊച്ചിനെ പേടി വഴക്കുണ്ടാക്കിയിട്ടല്ലേ. അയ്യോ അടി അച്ചു ദീപാച്ചിയുടെ ചെരുപ്പ് അടുക്കള വശത്താ. നല്ല ചെരുപ്പായിരുന്നോ? ചക്കി സൂക്ഷിച്ചപ്പോ ഉണ്ണി എന്റെ ദൈവമേ ഒരു ദിവസം കഷ്ടം കൂടെ തോന്നി. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങല്ല, കൊച്ച് എടുത്തടിച്ചങ്ങ് വീണു. ഒരു മഴയും കൂടെ പെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
പോവാണോ നന്ദ? എടി അച്ഛൻ്റെ ഹെൽമെറ്റ് കൊടുക്കാൻ. പേഴ്സോ ഫോണും ചെയ്യണ്ടേ? ആ നന്ദ പോവാണോ നന്ദ? എടാ നിങ്ങളെ ആരാടാ കൊണ്ടുപോന്നേ? നന്ദോ ബാബുലിസിനെ കൊണ്ടുപോന്നേ? അല്ല ബാബു മാമനാ അല്ലേ? നന്ദ ഫ്രണ്ടിൽ കയറ്, ഫ്രണ്ടിൽ കയറ്. ചക്കിക്ക് പൊക്കമല്ലേ? ആ അവളവിടെ ഇരുന്ന് നമ്മക്കടി ദീപാച്ചി, നമുക്ക് പൊക്കം ഇല്ലാത്തോണ്ടാ. ആ അപ്പൊ നാളെ കാണാവേ. പിടിച്ചിരിക്ക് കാത്തുള്ള. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇന്ന് നല്ലൊരു മഴയോടുകൂടി ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിച്ചു. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.